നമസ്കാരം. തിരുവനന്തപുരത്ത് നിന്നും മുംബൈയിലെ ലോകമാന്യ തിലകിലേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഞങ്ങളിപ്പോൾ മഹാരാഷ്ട്രയിലെത്തിയിരിക്കുകയാണ്. സമയം രാവിലെ 7:30. ജറാപ്പ് സ്റ്റേഷനിലേക്കാണ് ഞങ്ങളുടെ ട്രെയിൻ ഇപ്പോൾ എത്തിയത്. ഇവിടെ സ്റ്റോപ്പില്ല. ഇവിടെ നിന്ന് 12 കിലോമീറ്റർ ഉണ്ട് അടുത്ത സ്റ്റോപ്പായ കുഡാൽ സ്റ്റേഷനിലേക്ക്. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് സ്ലീപ്പറിൽ S3 ആണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ കോച്ച് വരുന്നത്. ഇവിടെ ട്രെയിൻ നിർത്താൻ കാരണം ക്രോസിംഗ് ആണ്. അപ്പോൾ അത് അങ്ങനെ വരുന്നുണ്ട്. അത് കൊങ്കൺ റെയിൽവേ വഴി യാത്ര ചെയ്യുമ്പോൾ കൂടുതലും ക്രോസിങ്ങുകൾ കിട്ടും. നല്ല സ്പീഡ് തന്നെയാണ് വരുന്നത്. ഏഴ് 40 ട്രെയിൻ ഇങ്ങനെ കുഡാൽ സ്റ്റേഷനിലേക്ക് ഇതാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ സാവന്തവാടി റോഡ് സ്റ്റേഷനിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിപൊളി സ്റ്റേഷനായിരുന്നു കേട്ടോ. അതായത് മെയിൻ എൻട്രൻസ് ഒക്കെ ഇവിടെയും അങ്ങനെ മാറിയിട്ടുണ്ട്. സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ വലിപ്പം കണ്ട. ഇവിടെയൊക്കെ മൊത്തം കാട് കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്തൊരു സ്റ്റേഷനിലേക്ക് കുറച്ച് നല്ലോണം ഓടാനുണ്ട്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ ഇതാ ഇവിടുന്ന് ഒരുപാട് ആൾക്കാരൊക്കെ കയറാനുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ S3 വരുന്നത് ഏറ്റവും പുറകു ഭാഗത്താണ്. പുറമേന്ന് കാണാനൊരു ചെറിയ സ്റ്റേഷനാണ്, പക്ഷേ ഇതിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസ് ഒക്കെ അടിപൊളിയാണ്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ രത്നഗിരി സ്റ്റേഷനും മാറിയിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പിന് രത്നഗിരിയാണ്. ട്രെയിൻ ഇപ്പോൾ സിന്ധുദുർഗ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിർത്തിയത് ക്രോസിംഗ് തന്നെയാണ്. ഈ നേത്രാവതി എക്സ്പ്രസിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഇതിന് 4 അൺറിസർവ്ഡ് കോച്ചുകളാണുള്ളത്. 8 സ്ലീപ്പർ, ഒരു തേർഡ് AC എക്കണോമി, 4 തേർഡ് AC, 2 സെക്കൻഡ് AC. ഇതിൻ്റെ സ്ലീപ്പറിലൊന്നും തിരക്കേയില്ല. ഇന്നലെ കേരളത്തിലും അതുപോലെ തന്നെയാണ് ഉണ്ടായത്. പിന്നെ ഇപ്പോൾ അടുത്തൊരു ട്രെയിൻ വന്നാൽ മാത്രമേ നമ്മളെ വണ്ടി ഇവിടെ നിന്ന് എടുക്കുള്ളൂ. ഇത് ഗുഡ്സ് ട്രെയിനാണ്. വണ്ടി ഇവിടെ നിന്ന് ഇപ്പോഴേ എടുക്കില്ല. ഒരു വണ്ടിയും കൂടെ വരാനുണ്ട്. മുംബൈ CST നിന്ന് മഡ്ഗാവിലേക്ക് പോകുന്ന കൊങ്കൺകന്യ എക്സ്പ്രസ്. അപ്പോൾ അത് ഇവിടത്തേക്ക് ഒരു 5 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പോൾ ആ വണ്ടി വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ വണ്ടി എടുക്കുള്ളൂ. കാരണം അതിന് ഇവിടെ സ്റ്റോപ്പുണ്ട്. പിന്നെ ഈ യാത്രയിൽ ഒരു പ്ലെയിൻ ഗ്ലാസ്സൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഈ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല പൊട്ടിയാണ്. രാത്രിയൊക്കെ ആകുമ്പോഴല്ല കണ്ണ് തുറക്കാൻ പറ്റില്ല, അത്രയും രീതിയിലുള്ള പൊടിയാന്ന് അടിക്കുക. അപ്പോൾ ഒരു പ്ലെയിൻ ഗ്ലാസ് വെച്ച് അത്രയും ഒരു കംഫർട്ടബിൾ ആണല്ലോ. കൊങ്കൺകന്യ എത്തി. മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക് പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണിത്. ഞങ്ങൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് മഡ്ഗാവിൽ നിന്ന് മുംബൈയിലേക്ക്. നല്ലൊരു സർവീസാണ്. പിന്നെ ഇത് റേക്ക് ഷെയറിംഗ് ഉണ്ട് മാണ്ഡവി എക്സ്പ്രസ് ആയിട്ട്. ഇവിടെ ഫുള്ള് പ്രശ്നമായിട്ടുള്ളത് സീറ്റിന്റെ പ്രശ്നം. ട്രെയിൻ ഒരു ടണൽ വഴി സ്ലോ ആയിട്ട് പോവുക. എല്ലാ ഭാഗത്തും ലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ടണലിൻ്റെ അകംഭാഗം നമുക്ക് കാണാം. രത്നഗിരിയിലേക്ക് ഒരു 30 കിലോമീറ്ററും കൂടി ഉണ്ട് ദൂരം. വലിയൊരു ടണൽ തന്നെയാണിത്. ട്രെയിൻ ഇപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്, നിവാസർ. പിന്നെ അടുത്ത
സ്റ്റേഷനാണ് രത്നഗിരി. ഇവിടെ എന്തായാലും വണ്ടി നിർത്തും. ഒരു ക്രോസിംഗ് ഉണ്ട്. ഗോവ വന്ദേ ഭാരത് ഇപ്പോൾ ഇതുവഴി കടന്നു വരും. കുറച്ച് നേരത്തെ ഞങ്ങളുടെ സീറ്റിൻ്റെ താഴെ ലോവർ ബർത്തിലും മിഡിൽ ബർത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ തമ്മിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി. അത് വേറെ ഒന്നുമല്ല, കുടാൽ സ്റ്റേഷനിൽ നിന്ന് 2-3 ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതിലൊരാളുടെ സീറ്റായിരുന്നു ലോവർ ബർത്ത്. അപ്പം മിഡിൽ ബർത്തിൽ കിടക്കുന്ന ഒരാൾ നേരത്തെ മിഡിൽ ബർത്ത് മാറ്റി രാവിലെ ആയതിനു ശേഷം അത് മാറ്റി താഴെ ലോവറിലിരുന്നു. അപ്പം ലോവർ ബർത്തിലിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ കിടക്കണം, നിങ്ങൾ എന്തായാലും ഇവിടുന്ന് എഴുന്നേറ്റ് മാറണം എന്നൊക്കെ പറഞ്ഞു. റെയിൽവേ റൂൾ പ്രകാരം അവിടെ പകൽ ടൈമിൽ കിടക്കാനുള്ള അനുമതിയില്ല. അപ്പോൾ അത് അവരങ്ങോട്ടും പറഞ്ഞ് തർക്കമായി. ശരിക്കും പറഞ്ഞാൽ അതിൽ മിഡിൽ ബർത്ത് ഇരിക്കുന്നവരുടെ ഭാഗത്താണ് ന്യായം വരുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത, കാരണം പിന്നെ അവരെവിടെ പോയിരിക്കും. തീർച്ചയായും ശരിക്കും എന്ന് പറഞ്ഞാലും അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് കിടന്നേ പറ്റൂന്ന് പറയാം. ശരിക്കും നല്ല നമ്മുടെ മലയാള ഭാഷയെ പറയുകയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ നല്ല തീർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. കാരണം വെച്ചാൽ പറഞ്ഞാൽ കേൾക്കൂല. കാരണം പല ആൾക്കാർക്ക് ഇതെന്താ പറയാ, ഒരു ബോധമില്ലാത്ത ഭക്തരാണ്. കാരണം ഈ ബാത്റൂമിനകത്ത് കയറിയിട്ട് പുകവലിക്കാൻ പാടില്ലാണ് നിയമം. പക്ഷെ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. തീർച്ചയായും പറഞ്ഞാൽ തലേ കയറാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ യാത്രയിൽ സ്വാഭാവികമാണ്. അങ്ങ് അവിടെ വീടുകളൊക്കെ ഉണ്ട്. പത്ത് 26 ട്രെയിൻ എങ്ങനെ രത്നാഗിരി സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ വടാപ്പാവ് വിൽക്കുന്നവരെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടെ പഴമൊക്കെ വിൽക്കുന്നുണ്ട്. പഴം, ഓറഞ്ച്, പിന്നെ ഒരു വടാപ്പാവ് എന്തായാലും വാങ്ങിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഉണ്ട്. 5 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായത്. ഇവിടുന്ന് ഒരു വടാപ്പാവ് വാങ്ങി, കേക്ക് വാങ്ങി, 3 പഴം വാങ്ങി. അപ്പോൾ വടാപ്പാവ് ഒരെണ്ണത്തിന് 30 രൂപയാണ് ആയത്. 2 ബന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. ഇതിൻ്റെ അകത്ത് വെച്ച് കഴിക്കണം. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് മുക്കി കഴിക്കാനുള്ള ഒരു ചമ്മന്തി പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു പൊടി. അപ്പോൾ ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. രത്നഗിരി സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ബൊക്കെ സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ നിർത്തിയിരിക്കുകയാണ്. ക്രോസിംഗ് ആണ്. മുംബൈ CSMTന്ന് മഡ്ഗാവിലേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ഇപ്പോൾ ഇതുവഴി കടന്നു വരും. ബൊക്കെ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഉക്ഷി റെയിൽവേ സ്റ്റേഷൻ്റെ നല്ല മനോഹരമായ മൺസൂൺ സമയത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ബൊക്കെന്ന് ഉക്ഷി വരെ പോകുന്ന വഴിക്കാണ് കൊങ്കൺ റെയിൽവേയിലത്തെ ഏറ്റവും വലിയ ടണലുള്ളത്. അതായത് നമ്മൾ ഈ കൊങ്കൺ റെയിൽവേ വഴി കടന്നുമ്പോൾ ഒരുപാട് ടണൽ കാണുമല്ലോ. അപ്പൊ അതിൽ ഏറ്റവും നീളമേറിയ ടണലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പേര് വരുന്നത് കർബുഡ എന്നാണ്. 6.5 കിലോമീറ്റർ ആണ് അതിന്റെ നീളം വരുന്നത്. മൺസൂൺ സമയത്ത് വിസ്റ്റഡോമിൽ യാത്രയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. ഒരു തവണ യാത്ര ചെയ്യണം. സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കാണുന്ന ഇതാണ് കർബുഡ ടണൽ. 6.5 കിലോമീറ്റർ ഇതുവഴി സഞ്ചരിക്കാം.
കൊങ്കൺ റെയിൽവേയിലെ ഓരോ കാഴ്ചയും നമ്മളെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുന്നത് തന്നെയാണ്. ഈ 6.5 കിലോമീറ്റർ ടണലൊക്കെ എങ്ങനെ നിർമ്മിച്ചതല്ലേ. മറ്റൊരു കാര്യം, മൺസൂൺ സമയത്ത് വളരെയധികം ഡേഞ്ചറാണ്. കൊങ്കൺ റെയിൽവേയിലെ തന്നെ പല ടണലുകളിലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ ഇവിടെയൊക്കെ കൂടുതലും വെള്ളമൊക്കെ ആയിരിക്കും. ട്രെയിൻ ഇപ്പോൾ സംഗമേശ്വർ റോഡ് സ്റ്റേഷനിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. ഇവിടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇപ്പോൾ ഒരു ട്രെയിനെ കാണും, ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്. അതിവിടെ എത്താനായി. ഇവിടുന്ന് കാണുന്നൊരു വ്യൂ കണ്ടതാ. നല്ല കുട്ടപ്പൻ ഇതാക്കുക. മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, ഹസ്രത്ത് നിസാമുദ്ദീൻ, എറണാകുളം ജംഗ്ഷൻ. മംഗളയിലൊക്കെ അണ്ടർസൗണ്ട് നല്ല തിരക്കാണ്. സംഗമേശ്വർ റോഡിൽ നിന്ന് നമ്മളെ വണ്ടിയിൽ എടുത്തിരിക്കുകയാണ്. ഈ മംഗള എക്സ്പ്രസ്സിന് ഇപ്പം നാളെ രാവിലെ എറണാകുളത്ത്. ഇന്ന് രാത്രി തന്നെ ഈ ട്രെയിൻ നീലേശ്വരം കാസർഗോഡ് ഭാഗത്തേക്ക് എത്തും. ട്രെയിൻ ഇപ്പം 110 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സ്റ്റോപ്പായ ചിപ്ലൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 കിലോമീറ്റർ കൂടെ ഉണ്ടാവും ദൂരം. (12:07) ട്രെയിൻ ഇതാ ചിപ്ലൂൺ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്. അണ്ടർസേർവിൽ കയറേണ്ട തിരക്കാണ് ഈ കാണുന്നത്. ചിപ്ലൂൺ, ഇവിടെ നമ്മുടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് കെദ്ദാണ്. ഇവിടെ നിന്നൊക്കെ നല്ല ആൾക്കാരുണ്ട്. നേരത്തെ അണ്ടർസേർവിൽ കയറാൻ കാണിച്ചില്ലേ, അവിടെ നല്ല തിരക്കാണ്. ചിപ്ലൂൺ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഒരുപാട് യാത്രക്കാർ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിലേക്കൊക്കെ കയറുന്നുണ്ട്. ചിപ്ലൂന്ന് ഞങ്ങൾ പുറത്തേക്ക് പോയ സമയത്ത് തന്നെ ഞങ്ങളുടെ ബർത്തിൻ്റെ മേലേക്ക് ആൾക്കാർ കയറി ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് അവർ മാറി പോയി. ഇപ്പോൾ ഒരുപാട് പേര് ഡോറിൻ്റെ ഭാഗത്തൊക്കെ നിൽക്കുന്നുണ്ട്. ചിപ്ലൂൺ കഴിഞ്ഞ ശേഷം കെദ് സ്റ്റേഷനിലും ഒരുപാട് പേര് കയറി. എന്തായാലും പനവേൽ താനെ വരെ എല്ലാവരും ഈ ഒരു സ്ലീപ്പർ ക്ലാസ്സിനകത്തുണ്ടാവും. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം കൊങ്കൺ റെയിൽവേയിലേക്ക് കയറിയ ശേഷം TTVയിലെ ചെക്കിംഗ് ഒന്നുമില്ല. ഇന്ന് രാവിലെ 7 മണി മുതൽ ഈ സമയം വരെ TT വന്നിട്ടില്ല. വന്നാലായി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റേഷൻ, അതായത് സ്റ്റോപ്പ് ഉള്ളത് റോഹയിലാണ്. കൊങ്കൺ റെയിൽവേ വഴി ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പച്ചപ്പൊന്നും കാണാൻ പറ്റില്ല. നല്ല ചൂടാണ് ഇവിടെ. അതുപോലെ തന്നെ കൊങ്കൺ റെയിൽവേന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാ സെൻട്രൽ റെയിൽവേയിലെത്തി. റോഹ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 12:52 റോഹ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ 5 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. അണ്ടർസോഡിൻ്റെ ഭാഗത്തേക്കാണ് തോന്നുന്നു ഓടിപ്പോകുന്നത്. ദേ ഇവിടെ നമ്മളെ വണ്ടി. ഇവിടെ ഇപ്പം LTT, അതായത് ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി വരാനുണ്ട്. അതിപ്പോൾ ഇവിടെ എത്തും. വൃത്തിയുടെ കാര്യം പറയുമ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ക്ലീനിങ് ഒക്കെ ഉണ്ട്, ബാത്റൂമിൻ്റെ കാര്യം. പക്ഷേ സ്ലീപ്പർ ക്ലാസ് ആണെങ്കിൽ ഇത് ജനറലായ അവസ്ഥയാണ്. കണ്ടോ, എല്ലാ സ്ഥലത്തും ആൾക്കാർ കയറിയിരിക്കുക. സ്ലീപ്പർ ക്ലാസ് എന്ന് പേര് മാത്രമേ ഉള്ളൂ, ജനറലായ അവസ്ഥയാണ്. 3:41 ട്രെയിൻ എങ്ങനെ പനവേൽ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുംബൈയിലെത്തി. പൻവേലിൽ ഒരുപാട് ആൾക്കാർ ഇറങ്ങി. അതുപോലെ തന്നെ ഈ തൊട്ട് മുന്നിൽ കാണുന്നതാണ്
മുംബൈ ലോക്കൽ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമുകൾ. അവിടെയൊക്കെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്തു നിന്നാണ് ഇപ്പം ലോക്കൽ ട്രെയിനുകൾ സർവീസ് ഉള്ളത്. താനെ ലോക്കൽ ട്രെയിനിൽ പോകേണ്ടവരുടെ തിരക്കാണ്. വൈകുന്നേരം ആയല്ലോ, ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകേണ്ട ഒരു ധൃതി തന്നെയാണ്. ഒരു കിക്കി 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 ശബ്ദം കേട്ടാ, അത് മുംബൈയിലേക്ക് എല്ലായിടത്തും നമുക്ക് കേൾക്കാം. നേത്രാവതി എക്സ്പ്രസിനെ പലരും ഇപ്പോഴും വിളിക്കുന്നത് കുർള എക്സ്പ്രസ് എന്നാണ്. പണ്ട് ഈ ട്രെയിൻ പോയത് മംഗലാപുരത്ത് നിന്നാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യം ഒന്നാമത്തെ ഭാഗത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ശരിക്കും കുർള എക്സ്പ്രസ് മറ്റൊരു ട്രെയിനാണ്. കോയമ്പത്തൂരിൽ നിന്ന് ലോകമാന്യത്തിലേക്ക് പോകുന്നൊരു വണ്ടിയുണ്ട്, അതിൽ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും കുർള എക്സ്പ്രസ്. ഒരു കിടിലൻ ഓവർടേക്ക്. ഇതിൽ വലിയ തിരക്കൊന്നുമില്ല. നന്ദിഗ്രാം എക്സ്പ്രസ്. ഏതോ ഒരു ട്രെയിനിൻ്റെ ഷണ്ടിങ് ആണ് ഇവിടെ കാണുന്നത്. ഏത് ട്രെയിനാണെന്ന് നോക്കാം. പ്രയാഗ്രാജ് സൂപ്പർഫാസ്റ്റ്. ലോകമാന്യത്തിലത് പ്രയാഗ്രാജ് എക്സ്പ്രസിൻ്റെ എംടി റേക്കാണിത്. സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും 1498 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ മുംബൈയിലെ ലോകമാന്യത്തിലേക്ക് ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 5:05 ട്രെയിൻ എത്തേണ്ടത്. ഇപ്പോൾ 5:12. ചെറിയൊരു ഡിലേ. ലോകമാന്യ തിലക്. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങണം. ലോകമാന്യ തിലക് ടെർമിനസ് സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് LTT എന്നാണ്. അപ്പോൾ ഒരുപാട് ഓട്ടോ റിക്ഷകളും ടാക്സികളൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇത് ഈ ഭാഗത്ത് തന്നെ നമുക്ക് ക്യാബുകളൊക്കെ കിട്ടും. ഇപ്പോൾ ഞങ്ങൾ നേരെ ഇവിടുന്ന് ഇതുവഴി നടക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മുംബൈയിലെ CSMT റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, പിന്നെ എന്തിനാണ് ഇവിടെ ലോകമാന്യത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്? നമുക്ക് നേരത്തെ തന്നെ പനവേൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ലോക്കൽ ട്രെയിനിൽ നേരെ CST ഭാഗത്തേക്ക് പോകാൻ പറ്റും. നമ്മൾ നേത്രാവതി എക്സ്പ്രസിൻ്റെ വീഡിയോ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവസാന സ്റ്റേഷനായ ഇവിടെ വരാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ഈ ഓട്ടോ ചേട്ടന്മാരും ഈ ക്യാബിൻ്റെ ഡ്രൈവർമാരൊക്കെ ഇല്ലേ, നമ്മളെ വിട്ട് പുറകുന്ന് മാറുന്നില്ല. കാരണം റൂം വേണോ, എവിടെയാണോ പോകേണ്ടത്, വേണമെങ്കിൽ ബാന്ദ്രയിൽ കൊണ്ടുവിടാം. ഇവർ ആദ്യം ഒരു പൈസ പറയും, പിന്നെ അവിടെ എത്തി ചിലപ്പോൾ അത് കൂടാനുള്ള ചാൻസും ഉണ്ടാവും. ഒന്നങ്ങനെ നമ്മൾ ബാഗ് ഇട്ടിട്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ ടാക്സി ഓണൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും സ്വാഭാവികമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ
നമ്മുടെ ട്രെയിനിൽ ഒരുപാട് പേരുണ്ടായിരുന്നു CST ഭാഗത്തൊക്കെ പോകുന്നവർ, അവരൊക്കെ ഇറങ്ങിയത് പനവേലായിരുന്നു. അപ്പം ഇവിടെ LTTയിൽ വന്നിട്ട് നിങ്ങൾക്ക് നേരെ CST ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റേഷൻ ഇവിടെ നിന്ന് ഒരു 300 മീറ്റർ നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. തിലക് നഗർ എന്ന് പറഞ്ഞ ഒരു ലോക്കൽ സ്റ്റേഷൻ ഉണ്ട്. ലോകമാനത്തിലേക്ക് ഒരു ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിലക് നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യം വരുന്നില്ല. പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നേരെ നടന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടത്തോട്ട് പോകാം. ഞങ്ങളിപ്പോൾ നേരത്തെ പുറത്തെ കാഴ്ചകളൊക്കെ എടുക്കൊണ്ടുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇനിയിപ്പം ഇതുവഴി നമുക്ക് നേരെ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് പോകാം. ഇവിടെ ഒരു പാലമുണ്ട്, അതിൻ്റെ താഴെ ഭാഗത്തൂടെ നടന്നാൽ മതി. നേത്രാവതി എക്സ്പ്രസ് തന്നെയാണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ നിങ്ങൾക്ക് ഇതുവഴി തന്നെ നടന്ന് ഇതാ ഇങ്ങനെ പോയിട്ട് ഈ കാണുന്ന ഭാഗത്താണ് തിലക് നഗർ ലോക്കൽ സ്റ്റേഷൻ വരുന്നത്. ഒന്നും അറിയാനായിട്ടില്ലതാ, നേരെ ഇതുവഴി നടന്നു പോയാൽ മതി. ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എൻഡായി. ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ, അവിടെ സ്റ്റേഷൻ അവസാനിച്ച്. ഇവിടെയും ഒരുപാട് ഓട്ടോകളും ക്യാബുകളൊക്കെ ഉണ്ട്. ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ്. ഇവിടെ ഒരു പാലമില്ലേ, അതിൻ്റെ അടിഭാഗം വഴി വരാം. നേരെ തൊട്ട് മുന്നിലിതാ തിലക് നഗർ സ്റ്റേഷൻ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോയി ടിക്കറ്റ് എടുക്കാം. അവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇനിയിപ്പോൾ ഈ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും വണ്ടിയിൽ. തിലക് നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ വരിക. ഒരാൾക്ക് CSTയിലേക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. നമുക്ക് പോകാനുള്ള ലോക്കൽ ട്രെയിൻ ഇതാ വന്നിരിക്കുകയാണ്, മുംബൈ CSMT. എത്ര മിനിറ്റ് കൊണ്ട് ഇത് അവിടെ എത്തും നമുക്ക് നോക്കാം. 5:47. ലോക്കൽ ട്രെയിനിൻ്റെ ആക്സിലറേഷൻ നിങ്ങൾ നോക്കിക്കോ, ഇത്ര പെട്ടെന്ന് സ്പീഡ് കൂടുന്ന നോക്കിക്കോ. നമ്മളിനി താഴിലേക്ക് ഇറങ്ങും. അപ്പോൾ എത്രയോ ഹൈറ്റിലാണുള്ളത്. ഇവിടെ യാർഡാണ്. ഇറക്കം ഇറങ്ങി ആ ഒരു ലൈനിലേക്ക് കയറുകയാണ്. നല്ല ഓവർടേക്കിംഗ് ആണ്. നമ്മളും ഒട്ടും വിട്ടു കൊടുക്കില്ല. ഇല്ല, നമ്മൾ വിട്ടു കൊടുത്തു, സ്പീഡ് കുറഞ്ഞല്ല. 6:21 തിലക് നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 17 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോക്കൽ ട്രെയിനുകൾ മാത്രം വരുന്ന ഒരു ഭാഗമാണ്. മെയിൻ എക്സ്പ്രസ് ട്രെയിനൊക്കെ ആ ഒരു ഭാഗത്താണ്. ഈ ട്രെയിൻ ഇപ്പം തന്നെ വേറൊരു ഭാഗത്തോട്ട് പോകും, കാരണം ഇതിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്ക് നമുക്കിവിടെ. അങ്ങനെ CSMT റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തൊരു ക്രൗഡാണെന്ന് നോക്കിയേ.
ഇനിയിപ്പോൾ ഇവിടെ നേരെ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങാം. ഇതും ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ അവസാനിച്ച് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്. ഇവിടെയാണ് മെയിൻ ഒരു എൻട്രൻസ് ഒക്കെ വരുന്നത്. ഇതുവഴിയാണ് ഇപ്പം നമ്മൾ ഇറങ്ങി വന്നത്. ഇതൊക്കെ ലോക്കൽ ട്രെയിനൊക്കെ കയറി പോകേണ്ട ആൾക്കാരുടെ തിരക്കാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. നമുക്ക് നേരെ അവിടത്തോട്ട് പോവാം. CST റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ചെറിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ ഭാഗത്തേക്ക് പോകാൻ ബസ് സൗകര്യം ഉണ്ട്. ഇത് നേരെ അവിടത്തോട്ടാണ്. ചെറിയ പൈസയേ ഉള്ളൂ. AC വണ്ടിയാണ്. 10 രൂപേൻ്റെ അടുത്തൊക്കെ ചാർജ് വരുള്ളൂ. കാരണം ഇവിടെ ഈ ബസ്സിനൊക്കെ അത്രയും ചീപ്പാണ്. ഞങ്ങൾ നേരെ സെൽഫി പോയിന്റിൻ്റെ അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചാണ്. അവിടെ നല്ല തിരക്കാണ്. അതുപോലെ ഇതാ ഇവിടുത്തെ ബ്ലോക്ക് കണ്ട, ഒരു നീണ്ട ക്യൂ തന്നെയാണ്. അതായത് നേരത്തെ കാണിച്ച ബസ് സ്റ്റാൻഡില്ലേ, അതിവിടെയാണ്. ഇതിൻ്റെ നല്ല രാത്രി കാഴ്ച അടിപൊളിയാണ്. CSMTൻ്റെ അതൊക്കെ ഒരുപാട് വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയത് തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ നേത്രാവതി എക്സ്പ്രസിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ സ്ലീപ്പർ ക്ലാസ് ഒക്കെ ഓക്കെയാണ്. ചില ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത ആൾക്കാർ സ്ലീപ്പറിൻ്റെ ഭാഗത്തേക്ക് കയറി വരുന്നത്. അതായത് ഒന്നാമത്തെ ദിവസം നമ്മുടെ കോഴിക്കോടൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ കാസർഗോഡ്, നീലേശ്വരം, കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വേറെ വണ്ടികൾ ഇല്ലാത്തതുകൊണ്ടാണ് നല്ല തിരക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസം ചിപ്പിൻ കെഡൊക്കെ എത്തുമ്പോൾ ചെറിയൊരു രീതിയിൽ നമുക്ക് മോശമായ അനുഭവമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എടുത്തു കാണിച്ചത്, സ്ലീപ്പർ ജനറൽ ആവുന്ന എടുത്ത് പറഞ്ഞത്. ഇനിയിപ്പം അടുത്ത ദിവസം ഞങ്ങൾ നേരെ ഗുജറാത്തിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരു ഡബിൾ ഡെക്കറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നേത്രാവതി എക്സ്പ്രസിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ മാഗസിനോട് ബൈ.